ധ്യാൻ ശ്രീനിവാസനും കലാഭവൻ ഷാജനുമാണ് ദ ക്യൂ സ്റ്റുഡിയോയിൽ. നമസ്കാരം. നമസ്കാരം. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഷാജൻ ചേട്ടൻ ഇപ്പോൾ ഇതിന്റെ ആദ്യം തന്നെ പറഞ്ഞത് ധ്യാൻ ചേട്ടന്റെ കൂടെ ഇന്റർവ്യൂവില് സംസാരിക്കേണ്ട എക്സൈറ്റ്മെന്റും ത്രില്ലും എന്നൊക്കെയാണ്. പ്രശ്നം പറ്റുന്ന വെച്ചാൽ അത് നിന്റെ ഇന്റർവ്യൂ ആവുന്ന ഒരിക്കലും അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? ഈ സെറ്റിൽ ധ്യാൻ ശ്രീനിവാസനും ഇന്റർവ്യൂവിൽ ധ്യാൻ ശ്രീനിവാസനും രണ്ട് വ്യത്യസ്ത ആൾക്കാരാണെന്നൊക്കെ ഉള്ള ഇതിലാണോ? അല്ലെങ്കിൽ അങ്ങനെ അതല്ല, നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? നമ്മള് സിനിമ എന്ന് പറയുന്നത് സിനിമയ്ക്ക് ആദ്യം നമ്മളെ വേണം എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അത് ഞാൻ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നതല്ല, അതിനകത്ത് ഇങ്ങനെ കുറെ അടികളുണ്ട്, കുറെ കേസുകെട്ടുകളുണ്ട്, അത് വേറെ കാര്യം. എങ്കിലും ഞാൻ പറയാണ്, എന്താണ് എനിക്ക് കിട്ടിയില്ല, മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. അതായത് ഇപ്പൊ നമ്മള് സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തടി കുറയ്ക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഒറിജിനൽ അപ്പിയറൻസ് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് മീഡിയക്ക് മുന്നിൽ സംസാരിക്കുന്ന ആളുകളെ നമ്മൾ സ്ക്രീനിൽ വേറെ ആളായിട്ട് കാണുന്നവരുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ധ്യാൻ എന്താണോ ധ്യാൻ അങ്ങനെയാണ്. ഞാൻ ഇപ്പോഴാണ് പിന്നെ ഇത്രയൊരു ചുളിവ് മാറിയ ഒരു ഷർട്ട് നിങ്ങൾ കാണുന്നത്. ഇതിനു മുമ്പ് ഇരുന്നപ്പം ഇതിലും ചുളുങ്ങിയതായിരുന്നു. ഇതെന്തോ അലക്കി തേച്ച് മടക്കി ഷൂവിനകത്ത് വെച്ച പോലത്തെ ഒരു ഷർട്ടല്ലേ? അതെ, ഈ കളർ എനിക്കിട്ടാണോ നിനക്കിട്ടാണോ എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇതിട്ടുണ്ട് ഒരു മീഡിയയുടെ മുന്നിൽ വരിക, ആ ആളെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് 100 കണക്കിന് ക്യാമറകൾ വരിക. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ, കൊലയില്ലാത്ത കൊമ്പൻ. അദ്ദേഹത്തിന്റെ ഒരു വാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അദ്ദേഹത്തിന്റെ സിനിമകൾ ഓടുന്നുണ്ടോ? എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അല്ലെങ്കിൽ അദ്ദേഹം ആ സിനിമയിൽ എന്താണ് ചെയ്യുന്നത് ഒന്നും അറിയേണ്ട ഒരു ആവശ്യമില്ല. ആ ആളെ അങ്ങ് ഇഷ്ടപ്പെടുകയാണ് അല്ലേ? എല്ലാവർക്കും എന്നെ മതി. അല്ലെ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം, നമ്മൾ തടി കുറഞ്ഞിരിക്കണം, നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം, നമ്മൾ ഇന്ന ഡയലോഗ് പറയാൻ പറ്റും, നമ്മൾ ഇന്ന ജീൻസ് ഇടണം, ഇത്ര വിലയുള്ള ജീൻസ് ഇടണം, ഇന്ന ഷൂ ഇടണം. എന്താണ് ഇത്? സത്യനെ കണ്ടിട്ടുണ്ട്, പ്രേംനസനെ കണ്ടിട്ടുണ്ട്, മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ട്, മോഹൻലാലിനെ കണ്ടിട്ടുണ്ട്. നിന്നെപ്പോലൊരു നടനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതൊന്നും ഒന്നും മാൻഡേറ്ററി അല്ല എന്നുള്ളതാണ് ഞാൻ പ്രൂവ് ചെയ്തിട്ടുള്ളത്. എന്താടാ പിന്നെ? അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അപ്പൊ അത് ഒരു വലിയ അനുഗ്രഹമാണ്. ഈ ഒരു അനുഗ്രഹം ധ്യാൻ വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് താങ്ക്സ്. ഞങ്ങൾ അങ്ങോട്ടാ പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.